Hello everyone. Welcome to the eye opener video of Dhanam Smart Savings and Investment Solutions. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഷ്യൻ പെയിന്റ്സിനെ കുറിച്ചാണ്. ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ പെയിന്റ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഏഷ്യൻ പെയിന്റിനെ കുറിച്ചുള്ള അനാലൈസിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏഷ്യൻ പെയിന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ പെയിന്റ് കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സ്. കമ്പനി പെയിന്റിംഗ്, കോട്ടിങ്ങുകൾ, അതുപോലെ തന്നെ ഗ്രഹാലങ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ, ബാത്റൂം ഫിറ്റിംഗ്സ്, ഇത്രയും ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സ്. മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെയിന്റിംഗ് കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സ്. കമ്പനിക്ക് ഏതാണ്ട് 15 രാജ്യങ്ങളിലായി 27 പെയിന്റിംഗ് നിർമ്മാണ യൂണിറ്റുകളുണ്ട്. ഇന്ത്യയിലെ ഹോം ഇംപ്രൂവ്മെന്റ് ആൻഡ് ഡെക്കറേഷൻ, സ്പേസ് എന്നിവയിലും ഏഷ്യൻ പെയിന്റ്സിന്റെ സാന്നിധ്യമുണ്ട്. മാർക്കറ്റ് ഷെയർ ഓഫ് പെയിന്റ് ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 59% ഏഷ്യൻ പെയിന്റ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. അതിന്റെ മുകളിൽ ബർജർ പെയിന്റ് ആണ്. അതുപോലെ നെറോലാക്, അക്സോ നോബൽ, മറ്റ് ചില അത്ര അറിയപ്പെടാത്ത ബ്രാൻഡുകളും അവൈലബിൾ ആണ്. സെഗ്മെന്റേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പെയിന്റ് വിപണിയുടെ വലിയൊരു ഭാഗവും ഡെക്കറേറ്റീവ് പെയിന്റിംഗിലാണ്. മൊത്തം വിപണി വിഹിതത്തിന്റെ ഏതാണ്ട് 75% ഡെക്കറേറ്റീവ് പെയിന്റിംഗിലാണ് വരുന്നത്. വ്യാവസായിക പെയിന്റിംഗ് വിഭാഗത്തിൽ ഏതാണ്ട് 25% അപ്പോൾ പെയിന്റിംഗ് സെക്ടറിന്റെ ഒരു വളർച്ചാ സാധ്യതകളെ പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പെയിന്റിംഗ് സെക്ടറിന്റെ ഒരു വളർച്ചാ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ 2023 മുതൽ 28 വരെ 9.38% കോമ്പൗണ്ട് വാർഷിക വളർച്ചാ നിരക്ക് CGR കൈവരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പെയിന്റിംഗ്സ് വിപണിയിൽ ഗണ്യമായ വളർച്ചയ്ക്ക് സാധ്യതകൾ ഒരുപാടുണ്ട് താനും. അതിന് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ നഗരവൽക്കരണം, വർദ്ധിച്ചു വരുന്ന ഡിസ്പോസിബിൾ വരുമാനം, വലിയ തരത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഇവയൊക്കെയാണ് ഈ ഒരു പെയിന്റിംഗ് സെക്ടറിന്റെ വളർച്ചയ്ക്കുള്ള കാരണം. അതൊക്കെ തന്നെയാണ് ഏഷ്യൻ പെയിന്റ്സിന്റെ വളർച്ചാ സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നത്. ഓഹരി വിലയിൽ വർധനവുണ്ടാക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായി 4 കാരണങ്ങളാണ് നമ്മൾ ഇതിനായിട്ട് കാണുന്നത്. ഒന്ന്, സ്ട്രോങ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. രണ്ടാമത്തത്, ഇൻക്രീസ് ഇൻ പെയിന്റ് ഡിമാൻഡ്, റോ മെറ്റീരിയൽ പ്രൈസ് ട്രെൻഡ്സ്. 4ാമത്, മാർക്കറ്റ് ലീഡർഷിപ്പ്. ശക്തമായ സാമ്പത്തിക പ്രകടനം, പെയിന്റിംഗ് ഡിമാൻഡിലെ വർധനവ്, അതുപോലെ അസംസ്കൃത വസ്തുക്കളുടെ വില ട്രെൻഡുകൾ. അതായത് ക്രൂഡ് ഓയിലിന്റെ ഒക്കെ വില കൂടുമ്പോൾ പെയിന്റിംഗ് സാമഗ്രികളുടെ വില കൂടുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ലീഡർഷിപ്പ്. മാർക്കറ്റ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ പെയിന്റിംഗ് വിപണിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കൈയാളുന്നത് ഏഷ്യൻ പെയിന്റ് ആണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. മാർക്കറ്റ് ലീഡർക്ക് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് വിപണിയിൽ ഉണ്ടാവാറുണ്ട്. ആ ഒരു അപ്പർ ഹാൻഡാണ് ഒരു പ്രചോദനമായിട്ട് നമുക്കൊരു പോസിബിലിറ്റി, ഒരു എക്സ്ട്രാ പോസിബിലിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു കാരണം. അതുപോലെ തന്നെ ശക്തമായ സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുകയാണെങ്കിൽ, വരാനിരിക്കുന്ന Q3 റിസൾട്ടിൽ ശക്തമായ സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുകയാണെങ്കിൽ കാര്യമായ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പെയിന്റിന്റെ ഡിമാൻഡ് കൂടുന്നത് അൾട്ടിമേറ്റ്ലി ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിലേക്കും അത് നയിക്കാൻ സാധ്യതയുണ്ട്. ഓഹരി വില കുറയാൻ പല കാരണങ്ങളും ഉണ്ടാവാറുണ്ട്. പ്രധാനമായും ഇവിടെ ഒരു 4 കാരണങ്ങൾ എനിക്ക് പറയാം. എക്കണോമിക് സ്ലോ ഡൗൺ, സാമ്പത്തിക മാന്ദ്യം പോലെയുള്ള കാരണങ്ങൾ, പ്രൈസിംഗ് റോ മെറ്റീരിയൽ കോസ്റ്റ്, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുക, അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് മാർജിൻ കുറയുക, ഷെയർ പ്രൈസ് കുറയുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. PE റേഷ്യോ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈ വാല്യുവേഷനിലാണ് ഏഷ്യൻ പെയിന്റ് പോലെയുള്ള ഷെയർസ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു കറക്ഷൻ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കറക്ഷൻ ഒക്കെ വരുമ്പോൾ ഷെയറിന്റെ പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്. ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ, വലിയൊരു മാർക്കറ്റ് ഷെയർ നമ്മളുടെ കൈവശമുണ്ടെങ്കിൽ, ഏഷ്യൻ പെയിന്റ്സിന്റെ കയ്യിൽ വലിയൊരു മാർക്കറ്റ് ഷെയർ ഉണ്ടെങ്കിലും നല്ല പ്രൊഡക്റ്റുകളുമായിട്ട് പുതിയ പുതിയ കമ്പനികൾ പുറത്തേക്ക് വരുമ്പോൾ, മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വിൽപ്പന ആ ഒരു മേഖലയിലേക്ക് മാറുകയും നമ്മളുടെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഷെയർ പ്രൈസിന്റെ ഒരു ഡൗൺ മൂവ്മെന്റിന് ഇത് വഴിയൊരുക്കിയേക്കാം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഫാക്ടേഴ്സ് ദാറ്റ് കുഡ് ഡ്രൈവ് ദ ഷെയർ പ്രൈസ് ഡൗൺ. ടോട്ടൽ ഷെയറിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് ഇവിടെ നോക്കാം. പ്രൊമോട്ടർ ഏതാണ്ട് 52%, FIIയുടെ ഷെയർ ഒരു 15% വരുന്നുണ്ട്, DII 13%, അതുപോലെ തന്നെ പബ്ലിക് 18.8% വരുന്നുണ്ട്. പിന്നെ അതേഴ്സ് വന്നിട്ട് 0.05%. ഒരു 2 വർഷമായിട്ട് ഏഷ്യൻ പെയിന്റ്സിന്റെ വിലയിൽ കുറവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 24% കുറവ് 2 വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം തന്നെ 25% കുറവ് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. 6 മന്ത്സിൽ 17.3% കുറവുണ്ട്. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഒരു ഡൗൺ ട്രെൻഡ് കാണാൻ സാധിക്കുന്നുണ്ട്.
ഓൾ ടൈം ഹൈ 3590 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 3422, ലാസ്റ്റ് വീക്ക് ഹൈ 2494. 2020-ലും 21, 22, 23, 24 ഈ 5 വർഷത്തെ പ്രോഫിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഫക്റ്റീവ്ലി അതൊരു ഇൻക്രീസ് വരുന്നുണ്ട്. ഏർണിംഗ് പെർ ഷെയറും കൂടി വരുന്നുണ്ട്. ഒരു നല്ല സൂചന തന്നെയാണ്. ROE 29.15 ആണ് കാണുന്നത്. ഏർണിംഗ് പെർ ഷെയർ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എന്നാലും ഒന്നുകൂടി അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. പെർ ഷെയർ ബേസിസിലുള്ള കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയാണ് ഏർണിംഗ് പെർ ഷെയർ. ആ പർട്ടിക്കുലർ കമ്പനിയുടെ ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നെറ്റ് പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് കൊടുത്തത് മൈനസ് ചെയ്തതിന് ശേഷം വെയ്റ്റഡ് ആവറേജ് ടോട്ടൽ. നമുക്കൊരു റഫ്ലി ഫോർ എക്സാമ്പിൾ എന്ന നിലയിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. 1000 രൂപ പ്രോഫിറ്റ് ഉണ്ട്, അതിൽ ഡിവിഡൻഡ് പേയ്മെന്റ് എല്ലാം കൂടി 200 രൂപ കുറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ 400 ഷെയർ ആണ് മൊത്തം ഷെയർ ഉള്ളതെങ്കിൽ 800 1000 മൈനസ് 200 = 800. 800 ബൈ 400 2 ഏർണിംഗ് പെർ ഷെയർ. അപ്പൊ ഏർണിംഗ് പെർ ഷെയർ 4 ആണെങ്കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഷെയറിൽ നിന്നാണ് നമുക്ക് 800 രൂപ ലാഭം കിട്ടുന്നതെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ 4 ആണ്. ഏർണിംഗ് പെർ ഷെയർ കൂടുതലാണെങ്കിൽ കമ്പനി ഒരു നല്ല മൂവ്മെന്റ് നടത്തുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കമ്പനി നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പം ആ ഏർണിംഗ് പെർ ഷെയർ വെച്ചിട്ടുള്ള ഒരു കഴിഞ്ഞ ക്വാർട്ടർലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാർട്ടും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർകാസ്റ്റും കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 12 വരെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്ക് പ്രകടനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ വലിയ പെയിന്റ് നിർമ്മാതാക്കളായ, ഏറ്റവും വലിയ പെയിന്റ് നിർമ്മാതാക്കളായ ഏഷ്യൻ പെയിന്റ്സ് ഒരു കടുത്ത മത്സരവും മാക്രോ എക്കണോമിക് വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ടെക്നിക്കൽ അനാലിസിസിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ ഓഹരി ഇപ്പോൾ പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജ് ആയ 200 മൂവിംഗ് ആവറേജ്, അതുപോലെ തന്നെ 50 മൂവിംഗ് ആവറേജ്, ഇതിന്റെയൊക്കെ താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏഷ്യൻ പെയിന്റിന്റെ ഓഹരി ഒരു ഡൗൺ ട്രെൻഡിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. സമീപകാലത്ത് വോളിയം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡൗൺ ട്രെൻഡ് കാണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ഇൻഫർമേഷനാണ് നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുക. ഇതൊരു വിൽപ്പന സമ്മർദ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കമ്പനിയുടെ കുറഞ്ഞ വരുമാനവും ക്വാർട്ടർ 2ന്റെ റിസൾട്ടും ഒക്കെ ഇതിന് ഒരു കാരണമായിട്ടുണ്ടാവാം. പല ഇൻഡിക്കേറ്ററുകളും, ഇപ്പോൾ നമ്മൾ 50 മൂവിംഗ് ആവറേജ് പറഞ്ഞു, 200 മൂവിംഗ് ആവറേജ് പറഞ്ഞു, അതുപോലെ തന്നെ ബോളിഞ്ചർ ബാൻഡ്, സ്റ്റോക്കാസ്റ്റിക് ആയിക്കോട്ടെ, RSI എല്ലാം നെഗറ്റീവായിട്ട് തന്നെ കാണിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു നെഗറ്റീവ് മൊമെന്റം ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രെൻഡ് ലൈൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ വരച്ചത് നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ട്രെൻഡ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ അതിന്റെ വളരെ താഴത്തെ ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യൻ പെയിന്റിംഗ് വ്യവസായം ശക്തമായ ഒരു മത്സരം നേരിടുന്ന ഒരു ഫേസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു വിപണിയിൽ പുതിയ പുതിയ കമ്പനികൾ കടന്നു വരികയും നമ്മുടെ ഒപ്പണന്റ് ആയിട്ടുള്ള കമ്പനികൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്താൻ വേണ്ടി പുതിയ പുതിയ തന്ത്രങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിനാൽ ഏഷ്യൻ പെയിന്റ്സിന്റെ വിപണി വിഹിതം ചുരുങ്ങി തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലാഭം കുറയുന്നതും അതുപോലെ തന്നെ വരുമാന സമ്മർദ്ദങ്ങൾ, വിപണി സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നില്ലെങ്കിൽ ഓഹരിക്ക് കൂടുതൽ വലിയ തിരുത്തലുകൾ നേരിടേണ്ടിയും വരും. ഇപ്പോൾ മറ്റു പല കമ്പനികളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ചാർട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. പി റേഷ്യോ, മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്, അതുപോലെ തന്നെ ഡിവിഡൻഡ്, ROCE, ക്വാർട്ടർ പ്രോഫിറ്റ് വേരിയേഷൻ. നിക്ഷേപകർക്കുള്ള ഒരു പ്രധാന സാധ്യത എന്ന് പറയുന്നത് ദീർഘകാല വളർച്ച, സ്ഥിരമായ ലാഭ വളർച്ച കൈവരിച്ച് അതിന്റെ എക്സ്പീരിയൻസ് കാണിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനി തീർച്ചയായും മുന്നോട്ടുള്ള കാലങ്ങളിൽ ശക്തമായ ROE 27.8% എന്ന 3 വർഷത്തെ ROE നമുക്ക് കാണാൻ പറ്റും. ഡിവിഡൻഡ് പേ ഔട്ട് കൊടുത്ത ഒരു ചരിത്രവും കൂടെ കമ്പനിക്കുണ്ട്. നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് ഏതാണ്ട് 1.32% ആണ്. നിക്ഷേപകർക്ക് സ്ഥിരമായ ഒരു വരുമാനവും നൽകാൻ ഈ ഒരു ഡിവിഡൻഡിലൂടെ കഴിയുന്നുണ്ട്. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഏഷ്യൻ പെയിന്റ് പോലെയുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുന്നത് ലോങ് ടൈം പെർസ്പെക്റ്റീവില് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. മൊത്തത്തിലൊരു പ്രൈസ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2000 വരെ ഒരു ഫോളും അതുപോലെ തന്നെ 3750 വരെ ഒരു അപ്പ് മൂവ്മെന്റും നമുക്ക് ഒരു 2025 എക്സ്പെക്ട് ചെയ്യാം. ഇത് രണ്ടും മുന്നിൽ കണ്ടുകൊണ്ട് 2 ബാൻഡ്, ലോവർ ആൻഡ് അപ്പർ ബാൻഡ് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു 36 അനലിസ്റ്റുകൾ
1 ഇയർ ഫോർകാസ്റ്റ് ചെയ്തതിനകത്തു നിന്നാണ് ഏഷ്യൻ പെയിന്റ്സിന്റെ ഈ ഒരു ബാൻഡ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 2080 തൊട്ട് 3750 വരെ. ഫിബൊനാച്ചി റീട്രേസ്മെന്റ് വെച്ചിട്ട് നമ്മളിപ്പം ജസ്റ്റ് മെഷർ ചെയ്തിട്ട് കൺഫേം ചെയ്യാണ് എവിടെ വരെ ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് എത്താം. നമ്മളിപ്പോൾ ഒരു 0.5% താഴെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 0.618 വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ 2200 മുകളിലാണ് പ്രൈസ് മൂവ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 0.618% ഡൗൺ മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് 2224 എന്നുള്ള ഒരു നമ്പറും നമുക്കവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന്റെ താഴേക്ക് ഏതാണ്ട് ഒരു 0.78 എന്നുള്ള ഇതിൽ 1856 ഈ ഒരു റേഞ്ച് ഒക്കെയാണ് നമ്മൾ ഫിബൊനാച്ചി റിട്രേസ്മെന്റിലൂടെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് കൂടെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്പറുകൾ. പ്രഡിക്ഷൻസ് ബേസ്ഡ് ആണ് നമ്മൾ ഫിഗേഴ്സ് മാർക്ക് ചെയ്യാറ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്കാസ്റ്റിക് RSIയും കൂടെ ഇവിടെ ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി നിയർ സീറോയിലാണ് സ്റ്റോക്കാസ്റ്റിക് RSI ഉള്ളത്. അപ്പോൾ നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരു ബൈ വന്ന് അതൊരു മൂവ്മെന്റിലേക്ക് അപ്പ് മൂവ്മെന്റിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള നല്ല സപ്പോർട്ടിൽ നമുക്ക് വാങ്ങാവുന്നതാണ്. ഒരു 37 അനലിസ്റ്റുകൾ നൽകുന്ന ഒരു റേറ്റിംഗ് പ്രകാരം ഏഷ്യൻ പെയിന്റ്സ് ഒരു ന്യൂട്രൽ ഫേസിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സെൽ ഫേസിലുമല്ല, ബൈ ഫേസിലുമല്ല. അപ്പൊ നമുക്കൊരു കൺസോളിഡേഷൻ ആയിട്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് കണക്കാക്കാം. അപ്പൊ ഏത് നിമിഷം വേണമെങ്കിലും ഒരു അപ്പ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. Q3 റിസൾട്ട് ഉടനെ തന്നെ വരും. കഴിഞ്ഞ വർഷം 2024 ജനുവരി 17 Q3 ഫലം വന്നത്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ജനുവരി പകുതിയോടെ തന്നെ Q3 ഫലം വരാറുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ 2025 ജനുവരി പകുതിയോടെ നമ്മൾ ആ ഒരു Q3 ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും കൃത്യമായ തീയതി ഇതുവരെ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. Q3 ഫലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഷെയറിലുണ്ടാകുന്ന മൂവ്മെന്റ് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും ഒരു അപ്പ് മൂവ്മെന്റോ അല്ലെ ഡൗൺ മൂവ്മെന്റോ ഇനി വരാൻ പോകുന്നത് എന്ന് നമുക്ക് നേരത്തെ ഒരു പരിധിവരെ പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. വളർച്ച മെച്ചപ്പെടുത്തുകയാണെങ്കിൽ സ്റ്റോക്ക് ഉയരാൻ നല്ല സാധ്യതയുണ്ട്. നേരെ മറിച്ച് പ്രതീക്ഷിച്ചാലും ദുർബലമായ ഫലങ്ങൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ വിശാലമായൊരു വലിയൊരു വിപണി ചാഞ്ചാട്ടം അല്ലെങ്കിൽ ഹ്രസ്വകാല തകർച്ചയിലേക്ക് തന്നെ പോകാൻ ഉള്ള ഒരു സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടി വരും. നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത്. 2024 ഡിസംബർ 13 ഏതാണ്ട് ഒരു 0.76% മൂവ്മെന്റ് അപ്പ് മൂവ്മെന്റോടെ ഏതാണ്ട് 2407 മുകളിൽ ക്ലോസ് ചെയ്ത ഒരു നേട്ടം നമ്മൾ കാണാൻ കഴിഞ്ഞു. എന്നിരുന്നാലും പെയിന്റിംഗ് വ്യവസായത്തിൽ അതിന്റെ പ്രബലമായ സ്ഥാനം ഉണ്ടായിരുന്നിട്ടും അതിന്റെ വിപണി മൂല്യം ഏഷ്യൻ പെയിന്റ്സിന്റെ വിപണി മൂല്യം കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏതാണ്ട് 23% കുറഞ്ഞ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ എങ്കിലും നല്ല കൃത്യമായ ഒരു റിജക്ഷൻ അല്ലെ കൃത്യമായിട്ടുള്ള ഒരു റിവേഴ്സൽ മോണിറ്റർ ചെയ്തതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. എന്നിരുന്നാലും മുന്നോട്ട് നോക്കുമ്പോൾ ഏഷ്യൻ പെയിന്റ്സിന്റെ സ്റ്റോക്ക് വരാൻ പോകുന്ന വരുമാന റിപ്പോർട്ടുകൾ കൃത്യമാണെങ്കിൽ നല്ല മെച്ചപ്പെട്ട ത്രൈമാസ വരുമാന റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ സ്റ്റോക്കിനെ നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ളതായിരിക്കും. അതേസമയം അസംസ്കൃത വസ്തുക്കളുടെ ചെലവുകൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ക്രൂഡ് ഓയിലിന്റെയൊക്കെ ഇൻപുട്ട് ചെലവുകളിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടായാൽ അത് തീർച്ചയായും അത് ലാഭത്തെ ഗുണപരമായിട്ട് തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഡിമാൻഡ് ട്രെൻഡുകൾ, ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ കാര്യമായിട്ടുള്ള ഡിമാൻഡ് വരികയും അത് തീർച്ചയായും അത് വരുമാന വളർച്ചയ്ക്ക് കാരണമാകാനുമുള്ള ഒരു സാധ്യത നമുക്ക് മുമ്പിൽ കാണാൻ പറ്റും. 2 ക്വാർട്ടറുകളിൽ കാണാൻ കഴിഞ്ഞു. ഗവൺമെന്റ് കൂടുതൽ പൈസ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നല്ലൊരു ഉണർവുണ്ടാക്കുകയും നല്ല വലിയൊരു ഡിമാൻഡ് ഏഷ്യൻ പെയിന്റ് പോലെയുള്ള കമ്പനികൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അത് ഗുണപരമായിട്ട് തന്നെ വരികയും ചെയ്യും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. ഒരു റിവേഴ്സൽ, ഒരു മാർക്കറ്റ് ഒരു വലിയൊരു 10% മുകളിൽ ഒരു കറക്ഷൻ വന്നതിന് ശേഷം ഒരു റിവേഴ്സൽ കാണിച്ചു തുടങ്ങിയ ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് ശക്തമായ ഒരു അപ്പ് മൂവ്മെന്റ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന്റെ ഗുണഫലം തീർച്ചയായിട്ടും ഏഷ്യൻ പെയിന്റ് പോലെയുള്ള മൂവേഴ്സിന് തീർച്ചയായിട്ടും വലിയൊരു ബെനിഫിറ്റ് തന്നെ ആയിരിക്കും. ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സിന് ശക്തമായ ഒരു അടിത്തറ നിലവിലുണ്ട്. മുൻനിര വിപണി സ്ഥാനമുണ്ട്. അതിന്റെ ഓഹരി വിലയിൽ സമീപകാലത്തൊരു തകർച്ചയുണ്ടായിട്ടുണ്ട്. മറ്റ് ഘടകങ്ങളെല്ലാം കമ്പനിക്ക് അനുകൂലമാണ്. ഈ ഉടനെ തന്നെ കമ്പനിയിൽ നിന്നൊരു വലിയ ഉണർവ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണർവ് വരുന്നതിന്റെ
ഒരു ചെറിയ ചലനങ്ങൾ കണ്ടു തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ഏഷ്യൻ പെയിന്റ് പോലെയുള്ള കമ്പനികളിൽ നമ്മൾ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ ഏഷ്യൻ പെയിന്റ് പോലെയുള്ള കമ്പനികളിൽ ശ്രദ്ധിക്കുക. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു അപ്പ് മൂവ്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ പാറ്റേൺ കണ്ടു തുടങ്ങാം. അപ്പോൾ ആ ഒരു റിവേഴ്സൽ പാറ്റേണുകൾ കൺഫേം ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള നല്ല സ്റ്റോക്കുകളിൽ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഐ ഓപ്പണർ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചെറിയ ചെറിയ കമന്റുകളായിട്ട് നമുക്ക് അയച്ചു തരിക. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ നമ്മളുടെ മുന്നോട്ടുള്ള വീഡിയോകളിൽ ഉണ്ടാവും. വീഡിയോ കണ്ടതിൽ സന്തോഷം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.